പാലത്തായി പീഡന കേസ് കെട്ടിച്ചമച്ചതല്ലെന്ന് കോടതി കൃത്യമായ തെളിവുകളുണ്ടെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതി വ്യക്തമാക്കി. ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന്റെ ശിക്ഷ വൈകിട്ട് 3 മണിക്ക് വിധിക്കും. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു. ബിജീഷ്, എന്താണ് കോടതി പറഞ്ഞത്? എങ്ങനെയായിരുന്നു വാദം? എപ്പോഴാണ് വിധി? പാലത്തായി സ്കൂളിലെ 19 വയസ്സുകാരിയെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിട്ടുള്ള അധ്യാപകൻ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് ഇന്നലെ തന്നെ തലശ്ശേരി ജില്ലാ പോക്സോ കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഈ ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടു മുൻപായി നടന്ന വാദങ്ങളിലാണ് കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള വാദം പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. മാത്രമല്ല, ചില സംഘടനകൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടു. അവര് ആണ് ഈ കേസിന് പിന്നിൽ എന്നുള്ള വാദമാണ് പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ നിന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ വാദം ജഡ്ജി ജലജ റാണി MP ആദ്യഘട്ടത്തിൽ തന്നെ തള്ളി. കാരണം ഇത് വാദത്തിന്റെ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. അതൊക്കെ അന്ന് തന്നെ തള്ളിയതാണ്. കേസിന്റെ മെറിറ്റ് മാത്രം, ഒരു പോക്സോ കേസ് എന്ന രൂപത്തിൽ ആ കേസിന്റെ മെറിറ്റ് മാത്രമാണ് വിചാരണ ഘട്ടത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപും കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ജഡ്ജി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഈ അതിജീവിയോട് പെരുമാറിയ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതായിരുന്നു ജഡ്ജി പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി ശിക്ഷാ ഇളവ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെങ്കിൽ അക്കാര്യത്തിനകത്ത് മാത്രം പ്രതിഭാഗത്തിന് വാദങ്ങൾ പറയാമെന്നുള്ളതാണ് ജഡ്ജി പ്രധാനമായും പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രതിഭാഗം പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് മാനുഷിക വശങ്ങളാണ്. വൃദ്ധരായ മാതാപിതാക്കളൊപ്പം തന്നെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം, ഇവരുടെ ഉത്തരവാദിത്തം പ്രതിഭാഗം പ്രധാനമായി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇക്കാര്യങ്ങൾ പരിഗണിക്കരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ എതിർവാദമായി ഉന്നയിച്ചത്. അധ്യാപകൻ എന്നുള്ള രൂപത്തിനകത്ത് ഒരു കുട്ടിയുടെ അടുത്ത് പെരുമാറാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ ഈ കേസിനകത്ത് പ്രതിക്ക് നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത്. ഒപ്പം തന്നെ ഈ കേസിനകത്ത് ഒരു കുറ്റകൃത്യം അത് ആവർത്തിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം പണിഷ്മെന്റ് ഇതിനകത്ത് നൽകണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള MP ബാക്കറിയും കോടതിയിൽ വ്യക്തമാക്കി. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വൈകിട്ട് 3 മണിക്ക് ഇതിനകത്ത് ശിക്ഷ വിധിക്കാമെന്നുള്ള നിലപാട് ജഡ്ജി അറിയിച്ചിരിക്കുന്നത്. ധന്യ. ശരി ബിജീഷ്.